സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി സുനിഷ അയ്യല്ലൂരുണ്ട്. സുനിഷ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്നും അതുപോലെ തന്നെ വരും ദിവസങ്ങളിലുമൊക്കെ മഴ ശക്തമാകുമെന്നതാണോ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. വരുന്ന മണിക്കൂറുകളിൽ തന്നെ ശക്തമായ മഴ പ്രതീക്ഷിക്കാം എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. പ്രധാനമായും 2 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പറയുന്നത് മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. ഇതാണ് നിലവിലെ മഴയ്ക്ക് കാരണമെന്നതാണ്. തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളവും മഴ അല്പസമയം മുമ്പ് വരെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ ശക്തമായി തന്നെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ തെക്കൻ കേരളത്തിൽ അടക്കം വരുന്ന മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. ഒപ്പം തന്നെ ചില ജില്ലകളിൽ കോട്ടയം അടക്കമുള്ള എടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏതായാലും അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. രഞ്ജിത്ത്, നിലവിൽ ഇപ്പോൾ തലസ്ഥാനത്തും ഇപ്പോൾ മഴയില്ലായിരുന്നു, പക്ഷേ അല്പസമയം മുമ്പ് വരെ മഴയില്ലായിരുന്നു. വീണ്ടും മഴ കനത്തു തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ മഴ പ്രതീക്ഷിക്കാമെന്നത് തന്നെയാണ് മുന്നറിയിപ്പ്. ഒപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടി പറയുന്നുണ്ട്. 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിലും മലയോര മേഖലയിലും ഉള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കടലാക്രമണത്തിനുള്ള സാധ്യത കൂടി പറയുന്നു. ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഇനിയും തുടരും. ഏതായാലും വരുന്ന ദിവസങ്ങളിലും നാളെയും 2 ജില്ലകളിൽ കോഴിക്കോടും കണ്ണൂർ ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന 4 ദിവസങ്ങളിൽ ഇതേ രീതിയിൽ തന്നെ അതിശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ മുന്നറിയിപ്പ് മലയോര മേഖലകളിലടക്കം അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശമാണ് നൽകുന്നത്. മലയോര മേഖലയിലടക്കം അലർട്ടുകളില്ലെങ്കിൽ പോലും ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. രഞ്ജിത്ത്.